അതിപ്പോൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നതോടുകൂടി കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പരാതിക്കാരനാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുള്ളത്. മുരളീധരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇപ്പോൾ മധു ബാബു എന്ന DYSPക്കെതിരെ ഒരുപാട് പരാതികൾ ഉയർന്നു വരികയാണ്. മധു ബാബു സ്ഥിരമായിട്ടൊരു ഇടിവീരനാണ്, പല ആളുകളെയും മർദ്ദിച്ച് അവശനാക്കുന്നയാളാണ് എന്ന്. മുരളീധരന് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. മുരളീധരൻ, എന്താണ് താങ്കളുടെ പരാതി? നമസ്കാരം സാറേ. എന്നെ 2 വർഷം മുമ്പ് നമ്മുടെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചു വരുത്തുകയും ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റ് 2 പേരുടെ പേരിൽ മറ്റൊരു കേസുണ്ട്. അവരെയും എന്നെ ഒന്നിച്ചാണ് വിളിച്ചിരുന്നത്. അവരുടെ ആ കേസിന്റെ കാര്യങ്ങൾ അവരോട് 2 പേരോടും ചോദിച്ചതിന് ശേഷം എന്റെ അടുക്കൽ ചോദിച്ചു, നീയും ഇതിൽ പങ്കാളിയല്ല, നീയല്ലേ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. ഒരു മൊബൈലിലൊരു അശ്ലീലമായിട്ടൊരു മെസ്സേജ് വിട്ടുവെന്നാണ് അന്ന് അവര് പറയണത്. പക്ഷെ എനിക്ക് മൊബൈലിൽ അന്ന് ഇതൊന്നും വിടാൻ അറിയുന്ന ആളുമല്ല, ഒന്നുമല്ല. അതിന്റെ ശേഷം അദ്ദേഹം ഞാൻ അല്ല ചെയ്തതെന്ന് പറഞ്ഞപ്പോ വളരെ ക്രൂരമായ രീതിയിൽ അസഭ്യങ്ങളും മറ്റ് കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവർത്തനങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഈ മധുബാബു എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന വയർലെസ് ഫോൺ വെച്ച് എന്റെ നെഞ്ചത്തെറിയുകയായത്. നെഞ്ചത്തെറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അലറിക്കാറി കസേരയോടുകൂടി മറിഞ്ഞു വീഴുകയും ഇദ്ദേഹം ചാടി എണീറ്റ് 2 പോലീസുകാരുണ്ട്. അവരും എന്റെ കൂടെ വന്നിരുന്ന 2 കക്ഷികളും ചേർന്ന് പൊക്കിയെടുത്ത് എന്നെ നേരെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം വീണ്ടും എന്റെ നെഞ്ചിൽ ഷൂ ഇട്ട് ചവിട്ടുകയും ഞാൻ അവിടുന്ന് വീണ്ടും മറിഞ്ഞു വീഴുകയും ഈ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം കൂടെ വീണ്ടും തിരിച്ചേൽപ്പിച്ചു കൊണ്ടുവരുന്ന വഴി എന്റെ 2 കർണത്തും ചുരുട്ടിപ്പിടിച്ച് ഇടിക്കുകയും ഞാൻ അവിടെ നിന്നും ഈ മർദ്ദനമേറ്റ് എനിക്ക് വെളിക്കിറങ്ങാൻ പറ്റുമോ എന്തോ ഒരു കണ്ണിന് ഇരുട്ട് കയറി ഏതോ രീതിയിൽ ഞാൻ അവിടുന്ന് ഓടി ഞാൻ വെളിയിലേക്ക് പോലീസ് സ്റ്റേഷന്റെ വെളിയിലേക്ക് ഓടി ചെല്ലുമ്പോ അവിടെ മറ്റൊരു കേസിന്റെ എന്തോ ബൾക്ക് എടുക്കാൻ വേണ്ടി നിരവധി ചാനലുകാരുണ്ടായിരുന്നു. അവരുടെ മുന്നിലേക്കാണ് ഞാൻ ഓടിച്ചെന്നത്. അവര് അന്നേരെ തന്നെ അത് ചാനലിൽ ലൈവായിട്ട് വിടുകയും നമ്മുടെ കേരള മുഖ്യമന്ത്രിക്ക് വരെ അവര് പരാതി അയക്കുകയും ഈ മെസ്സേജുകൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൈമാറുകയും ചെയ്തു. ഞാൻ DYSPയുടെ ചിത്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. മധു ബാബു എന്നാണ് പേര്. ഇദ്ദേഹത്തിനെതിരെ പല പരാതികളും ഉയർന്നു വന്നു കഴിഞ്ഞു. പത്തനംതിട്ടയിൽ നിന്ന് പരാതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് താങ്കൾക്ക് തൊടുപുഴയിൽ വെച്ചായിരുന്നു അല്ലേ? ഇത് എവിടെ വെച്ചായിരുന്നു? തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ. ഇദ്ദേഹം ഇതിനു മുമ്പ് പത്തനംതിട്ടയിലിരുന്നപ്പോൾ അന്നത്തെ SFIയുടെ ഒരു ജയപ്രകാശ് അങ്ങനെയാന്ന് ജയകൃഷ്ണൻ എന്ന സാക്ഷിനെ മർദ്ദിക്കുകയും അതുപോലെ ഇപ്പോൾ കണ്ട ദൃശ്യം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്ന സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികളിൽ ഒരാളായിട്ട് അതിന്റെ സംസ്ഥാന ട്രഷറർ കൂടിയാണ് മധു ബാബു. അതായത് പോലീസിൽ എന്തെല്ലാം പരിഷ്കാരങ്ങൾ വേണം എന്നത് നിർദ്ദേശിക്കുന്ന ഈ പോലീസ് ഓഫീസർമാരുടെ സംഘടനയുടെ അതിൻ്റെ ഒരു പ്രതിനിധി കൂടിയാണ്, ട്രഷററാണ്. ഇപ്പോൾ സംസ്ഥാന ട്രഷററാണ് മധു ബാബു. അവർ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന ഒരു ഫോട്ടോയാണ് നേരത്തെ കണ്ടത്. അതായത് പോലീസിൽ എന്തെല്ലാം പരിഷ്കാരങ്ങൾ വേണം, എങ്ങനെ പോലീസിംഗ് നന്നായിട്ട് കൊണ്ടുപോകാം, ആ ഫോട്ടോയാണ് നേരത്തെ കണ്ടത്. അങ്ങനെ ഒരാളാണ് ഇത്തരത്തിലൊരു ഇടിവീരനായിട്ട്, മർദ്ദക വീരൻ എന്ന രീതിയിലാണ് ഇപ്പോൾ മധു ബാബു പോലീസിൽ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിനെതിരെ വലിയ പരാതികൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. താങ്കളുടെ കയ്യിൽ തെളിവില്ല എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇല്ലേ? അന്ന് CCTV ഉണ്ടായിരുന്നില്ല അല്ലെ തൊടുപുഴ സ്റ്റേഷനിൽ? അതിനുവേണ്ടി ശ്രമിച്ചിരുന്നോ പുറത്തു വരുന്നതിന് വേണ്ടി? താങ്കളുടെ പരാതി എന്തൊക്കെയായിരുന്നു അന്ന്? CCTV ഉണ്ടോന്ന് അറിയില്ല അന്നത്തെ കാലത്ത്. അന്നേ എന്നാണെങ്കിലും ഞങ്ങള് എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് സന്തോഷം എന്ന് പറഞ്ഞ ആള് കരിങ്ങുന്നത്തുള്ളതാണ്, പിന്നെ മനുരാജ്, ഇവർ 2 പേരെയാണ് ഞങ്ങൾ ഈ കേസിന് വേണ്ടി വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ കയറുന്നതിന് മുമ്പ് തന്നെ
നമ്മുടെ കൂടെയുള്ള സന്തോഷ് എന്ന് പറഞ്ഞ സുഹൃത്ത് ഫോൺ റെക്കോർഡിങ്ങിലായിരുന്നു. അതിന്റെ റെക്കോർഡിങ് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. വക്കീലിന്റെ മുഖാന്തരം കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ്. അതായത് താങ്കളെ മർദ്ദിക്കുമ്പോൾ താങ്കൾ കരഞ്ഞ് അതൊക്കെ ഉള്ളത് അല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നത്? വോയിസ് മെസ്സേജുകൾ, വോയിസ് മെസ്സേജ് മൊത്തം ഉണ്ട് കംപ്ലീറ്റ്. ആ തുടക്കം മുതൽ 2.5 മണിക്കൂർ എങ്ങാണ്ട് ഞങ്ങളെ അവിടെ ഇരുത്തി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ ചെയ്യാത്ത ഒരു കുറ്റമാണ്. എനിക്ക് SNDP യൂണിയൻ, തൊടുപുഴ യൂണിയനിൽ നിന്നും പൈസ തരാനുണ്ട്. ആ പൈസയുടെ ഇതിന് ഒത്തുതീർപ്പിനാണെന്നും പറഞ്ഞാണ് വിളിച്ച് വരുത്തിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ആണ് ഈ വേറൊരു കേസ് മറ്റ് 2 പേരുടെ പേരിലുണ്ട്. ആ കൂടെ എന്നെയും ചോദ്യം ചെയ്തു. അപ്പൊ ഞാനത് ചെയ്തിട്ടില്ല സാറേ, അങ്ങനെ ഒരു കേസ് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോഴാണ് പുള്ളി സുഹൃതനായിട്ട് വയർലെസ് വെച്ചെറിയുകയും ഈ പറഞ്ഞ മർദ്ദനങ്ങൾ എന്നിൽ ഏൽപ്പിക്കുകയും ചെയ്തത്. ഇതേ മധുബാബു എന്നയാൾ ഇപ്പോൾ ഡിവൈഎസ്പി ആണല്ലോ, അന്നും ഡിവൈഎസ്പി ആയിരുന്നു തോന്നുന്നില്ല, തൊടുപുഴയിലെ ഡിവൈഎസ്പി ആണല്ലേ? അതെ അതെ. അവിടുന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തി അവിടുന്ന് ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ജെയ്സൺ എന്ന് പറഞ്ഞ സാറ് എന്നെ വിളിച്ചു അവിടുന്ന് എന്തായി എന്നറിയാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എന്നെ അവിടുന്ന് ഡിസ്ചാർജ് ആക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഡിസ്ചാർജ് ആകണ്ട, നിങ്ങൾക്ക് ഗുരുതരമായ പരിക്കുകളല്ല അവിടെ നിൽക്കുന്നു പറഞ്ഞു. ഇവര് ഈ പോലീസ് സ്റ്റേഷനിലെ ബൾക്ക് എടുത്തതിന്റെ ശേഷം അവരെല്ലാരും കൂടെ എല്ലാ ചാനലുകാരും അവിടെ എത്തി തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തുകയും അവിടെ വന്ന് താലൂക്ക് ആശുപത്രി വന്ന ഉടനെ തന്നെ ഇവര് ഡോക്ടർക്ക് ഞാൻ കിടക്കുന്നിടത്ത് വന്ന എന്റെ ഫോട്ടോയും എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്നെ ഡിസ്ചാർജ് ആക്കിയേക്കുവാ സാറേന്ന് പറഞ്ഞു. ഉടനെ ജെയ്സൺ സാറും വന്ന ചാനൽ പ്രവർത്തകരും കൂടി ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മുകളിൽ നിന്ന് സമ്മർദ്ദമുണ്ട്, ഒരു കാരണവശാലും ഇയാളെ ഇവിടെ അഡ്മിറ്റ് ആക്കാൻ പറ്റൂല, ഇയാളെ ഇവിടുന്ന് ഡിസ്ചാർജ് ആക്കാൻ പറഞ്ഞേക്കുമെന്ന് അന്നത്തെ ഡോക്ടർ പറഞ്ഞു. ആ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഇവര് പറഞ്ഞു അത് പറ്റൂല എന്നും പറഞ്ഞ് ഇവര് നേരിട്ട് മുഖ്യമന്ത്രിയെ അവിടെ നിന്ന് ഈ പറഞ്ഞ ചാനൽ പ്രവർത്തകർ എന്നെ വിളിക്കുകയും വീണ്ടും അവിടെ അഡ്മിറ്റ് ആക്കാനുള്ള വഴികൾ നോക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ അവിടെ അഡ്മിറ്റ് ആക്കിയില്ല, വീണ്ടും ഞാൻ വീട്ടിലേക്ക് എന്നെ പറഞ്ഞു വിടുവായത്. ഇപ്പോൾ എങ്ങനെയാണ് പിന്നെ താങ്കൾ കൊടുത്ത പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇല്ലല്ലോ അല്ലേ? ഇല്ല, അത് കഴിഞ്ഞ് ഞാനും ഈ പ്രശാന്ത് വി കുറുപ്പ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് സാറും ഞാനും കൂടി ചെറുതോണിയിലാണ് ഇവിടുത്തെ DYSP ഓഫീസ് SP ഓഫീസിൽ നേരിട്ട് ഞങ്ങൾ പരാതി, അദ്ദേഹവും കൂടിയാണ് ഈ പ്രശാന്ത് വി കുറുപ്പ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റും സഹിതം ഞങ്ങൾ അവിടെ ചെന്ന് പരാതി കൊടുത്തതാണ്. അതുപോലെ തന്നെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിരുന്നു. അതിന്റെ ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. ശരി മുരളീധരൻ, VK മുരളീധരൻ, ഇദ്ദേഹത്തെ 2022 ഡിസംബർ 21 പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചത്. അന്ന് തൊടുപുഴ DYSP ആയിരുന്ന മധുബാബു. ഈ മധുബാബു ഈ നേരത്തെ ശിക്ഷ ഏറ്റുവാങ്ങിയ ഒരാൾ കൂടിയാണ് കസ്റ്റഡി മർദ്ദനത്തിന്. അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്. അതുകൂടാതെ SFIയുടെ ഒരു മുൻ നേതാവ് പത്തനംതിട്ടയിൽ ഇതേ മധുബാബുവിനെതിരെ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശ്രീ അസഫ് അലി